അച്ഛാണെ ഓരോ സാധനം പെറുക്കി വണ്ടിയിലോട്ട് വെക്കുക. അമ്മച്ചിയാണെ ഇപ്പം കരയൊന്നും പറഞ്ഞിരുന്ന ഒരൊറ്റ കരച്ചിൽ. വേറൊന്നും അല്ലെന്നേ, ചിപ്പിയും കുഞ്ഞാവയും കൂടെ അവരുടെ വീട്ടിൽ പോവുക. പെമ്മക്കളുള്ള അമ്മമാർക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അമ്മച്ചി ഇപ്പം ഈ കരയുന്നത് എന്തിനാന്ന്. മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി സങ്കടമാണ് അവർ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് തിരിച്ചു പോകുമ്പോൾ. ഇപ്പം രണ്ടുപേരെ മിസ് ചെയ്യണ്ടേ, അപ്പം അതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് കേട്ടോ. ജാനി മുട്ടായിയൊക്കെ തിന്നുകൊണ്ട് നിൽക്കുന്നെങ്കിലും അവൾക്കും നല്ല വിഷമമുണ്ട്. പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നത് വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പം നമുക്ക് എപ്പോൾ വേണേലും പോയി കാണാമല്ലോ. ഇങ്ങനെ പ്രസവം കഴിഞ്ഞ് അമ്മയും കുഞ്ഞും തിരിച്ച് ചെക്കൻ വീട്ടിൽ പോകുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ വിളിച്ചോണ്ട് പോക്കെന്നാ പറയുന്നത്. അങ്ങനെ വിളിച്ചോണ്ട് പോകാനായിട്ട് ചിപ്പിയുടെ വീട്ടിൽ നിന്ന് പപ്പായും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ചിപ്പിയെ യാത്ര അയക്കാനായിട്ട് അപ്പിയും രാവിലെ ഇങ്ങ് വന്നായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നങ്ങ് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയല്ലേ, പോയിട്ട് എളുപ്പം വരാമല്ലോ. വണ്ടിയെ പോവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ദൂരേ ഉള്ളന്നേ വീട്ടിലെത്താനായിട്ട്. ഇന്ന് മുതൽ ഇനി ഞങ്ങൾ നന്നുവിൻ്റെ ചിരിയും കളിയും കരച്ചിലും എല്ലാം മിസ് ചെയ്യും. വീട്ടിലിനി കുറച്ച് ദിവസത്തേക്ക് ഒരനക്കം കാണത്തില്ല. പിന്നെ ഇനി ഇവിടെ നല്ല അനക്കമായിരിക്കും. ഇവർക്കെല്ലാം നല്ല സന്തോഷമായിരുന്നേ, ഇവിടെ കുഞ്ഞാവ് വന്നില്ലേ. പിന്നല്ലേ അതേമ്മ പോയിട്ട് വീട്ടിലെ ന്യൂ മെമ്പറായ നന്നുവിനെ കണ്ട ആരതിയൊക്കെ ഒഴിഞ്ഞ് വെൽക്കം ചെയ്ത്. അത് കഴിഞ്ഞപ്പം നമ്മുടെ നന്നുവിൻ്റെ വരവറിയിക്കാനായിട്ട് ഒരു ഗൃഹപ്രവേശ ചടങ്ങൊക്കെ അങ്ങ് നടത്തി. വേറൊന്നും അല്ലെന്ന്, ഇച്ചിരി മഞ്ഞൾ കലക്കട്ടെ നന്നുവിൻ്റെ കുഞ്ഞിക്കാലതി പതിച്ചിട്ട് വീട്ടിലേക്ക് കയറി. അങ്ങനെ വിളിച്ചോണ്ട് പോക്കൽ പരിപാടി ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. നന്നു ആണെങ്കിൽ എന്തോ ഇവിടെ സംഭവിച്ചതെന്നും പറഞ്ഞ് അന്തിച്ചിങ്ങനെ ഇരിക്കുക. പുറകെ ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോയി.